സംസ്ഥാനത്തെ പല സർക്കാർ അതിഥി മന്ദിരങ്ങളും നാശത്തിന്റെ വക്കിലാണ്. കൊല്ലം ആശ്രാമത്തെ അതിഥി മന്ദിരം 4 കൊല്ലമായി അടഞ്ഞുകിടക്കുന്നു. ടൂറിസം വകുപ്പിന് കീഴിലുള്ള മന്ദിരത്തിന്റെ ഇപ്പോഴത്തെ അവസ്ഥ വളരെ ദയനീയം. വളരെ പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ചില ഗസ്റ്റ് ഹൗസുകൾ ഇപ്പോൾ ഈ അവസ്ഥ എന്താണ്? ഇപ്പൊ അതിനെ ദയാവധത്തിന് വിട്ടിരിക്കുകയാണ് നമ്മൾ. യഥാർത്ഥത്തിൽ നമ്മൾ കൊല്ലവും ആലുവയും എടുത്തു നോക്കിയാൽ മതി. ശരശയ്യയിലായെന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രി പറഞ്ഞ കൊല്ലം ആശ്രമം മൈതാനത്തെ അതിഥി മന്ദിരമാണിത്. കോടികൾ ചിലവിട്ടുവെന്ന സർക്കാർ രേഖകൾ പറയുന്ന ഈ അതിഥി മന്ദിരത്തിന്റെ ഇന്നത്തെ അവസ്ഥയെക്കുറിച്ച് നമുക്ക് നോക്കിവരാം. കോടികൾ പല വഴിക്ക് ചെലവാക്കി, പക്ഷേ ഗസ്റ്റ് ഹൗസ് 4 വർഷമായി അടഞ്ഞുകിടക്കുന്നു. നവീകരണത്തിനുള്ള DPR HLL തയ്യാറാക്കി 10.89 കോടി ചെലവാക്കി നിർമ്മാണം നടത്താനായിരുന്നു പദ്ധതി. എന്നാൽ കെട്ടിടത്തിന്റെ പഴമ ഇല്ലാതാക്കുന്ന നിർമ്മാണം ടൂറിസം വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ് ഇടപെട്ട് ഒഴിവാക്കി. പിന്നീട് കാര്യമായ പ്രവർത്തനം ഉണ്ടായില്ല. കേണൽ മൺറോയ്ക്ക് താമസിക്കാനായി 1819 കെട്ടിടം നിർമ്മിച്ചത്. 200 വർഷത്തിലധികം ചരിത്രമുള്ള അതിഥി മന്ദിരം ടൂറിസം വകുപ്പിന്റെ കെടുകാര്യസ്ഥതയിൽ നശിക്കുന്നു. ഒരു കാലത്ത് രാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും മുഖ്യമന്ത്രിയും മന്ത്രിമാരുമൊക്കെ താമസിച്ചിരുന്ന കെട്ടിടം ഇടയ്ക്കിടെ കോടികൾ ചെലവാക്കി ഈ അവസ്ഥയിലെത്തിച്ചു. ടൂറിസത്തിന്റെ പ്രൊമോഷൻ എന്ന് പറഞ്ഞുകൊണ്ട് ഈ അടുത്ത സമയത്ത് 13 കോടി രൂപ ചെലവാക്കിയത്. എന്നിട്ട് ഈ കിടക്കുന്ന കിടപ്പ് കണ്ടില്ലേ? എന്നിട്ട് മുഖ്യമന്ത്രി ദീനരോധന പുറപ്പെടുവിക്കുക, ദയാവധം. ആരാ ഇതിന് ദയാവധം കൽപ്പിച്ചിരിക്കുന്നത്? ഇവിടുത്തെ ജനങ്ങളോ? അല്ലല്ലോ, സർക്കാരല്ലേ. അപ്പം ഇതൊന്നും കൈകാര്യം ചെയ്യാൻ പറ്റത്തില്ല. പ്രൈവറ്റൈസ് ഇറ്റ്. ഇനി മുന്നോട്ട് എന്ത് എന്ന ചോദ്യം മാത്രമാണ് ബാക്കി. അതിഥി മന്ദിരം താമസയോഗ്യമല്ലെങ്കിലും കോടികൾ പല വഴിക്കാണ് ചെലവാക്കുന്നത്. മേൽക്കൂര നവീകരണത്തിന് 1.5 കോടി, ഉദ്യാന നവീകരണത്തിന് 1.25 കോടി. കോടികൾ അങ്ങനെ ചെലവിടുമ്പോഴും നിർമ്മാണ പ്രവർത്തനങ്ങൾ എങ്ങും എത്തിയില്ല. കാട്ടിലത്തടി തേവരുടെ ആന. കോടികൾ പൊടിപൊടിക്കുകയാണ്. ആര് ചോദിക്കാൻ, ആര് പറയാൻ? കൊല്ലത്തുനിന്ന് ശ്രീകാന്തിനൊപ്പം അരുൺ രാജ്, 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.